പ്രമുഖ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് രേണു സുധി. അഭിമുഖങ്ങൾ, റീൽ വീഡിയോകൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെ രേണു പ്രേക്ഷകർക്ക് പരിചിതമായെങ്കിലും ഇന്ന് അവർ സുധിയുടെ വിധവ എന്നതിനപ്പുറം ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിയെടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സ്വന്തം കഠിനാധ്വാനത്തിന്റെ ഫലമായി സ്വന്തമായി സമ്പാദിച്ച പണം ഉപയോഗിച്ച് പുതിയൊരു കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് രേണു സുധി. ബ്ലൂ നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് രേണു സുധി സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം സിനിമയിലും തിളങ്ങാൻ ഒരുങ്ങുകയാണ് രേണു. കുരുവി പാപ്പ സംവിധായകൻ ജോഷി ജോണിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് രേണു. ചിത്രത്തിൽ ദാസേട്ടൻ കോഴിക്കോടും പ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 30-ന് കോഴിക്കോട് വെച്ച ചിത്രത്തിന്റെ പൂജ നടക്കുമെന്ന് രേണു സുധി പറഞ്ഞു. മലയാളം ബിഗ് ബോസ് സീസൺ 7-ലെ മത്സരാർത്ഥിയായിരുന്ന രേണു സുധിക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ പാതിവഴിയിൽ ക്വിറ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എങ്കിലും ഈ തിരിച്ചടി രേണുവിന്റെ കരിയറിന് തടസ്സമായില്ല. ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പടുത്തുയർത്തുകയാണ് രേണു. ഇപ്പോൾ പുതിയ കാർ സ്വന്തമാക്കിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് രേണു. പുതിയ കാർ സ്വന്തമാക്കാനായി എത്തിയ രേണു കാറിന് സുധിയുടെ പേരിടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്ന വീഡിയോയും വൈറലായിട്ടുണ്ട്. രേണു സുധിയും മൂത്ത മകനും ചേർന്നാണ് കാറിന്റെ താക്കോൽ വാങ്ങാനായി എത്തിയത്. കാർ സ്വന്തമാക്കിയ രേണു സുധിയോട് കാറിന് സുധിച്ചേട്ടന്റെ പേരിടുമോ എന്നാണ് ചിലർ ചോദിച്ചത്. കാറിന്റെ പേരാണ് സ്വിഫ്റ്റ്. അത് മാറ്റി സുധിച്ചേട്ടന്റെ പേരിടുന്നത് എന്തിനാണെന്നാണ് രേണു സുധി തിരിച്ചു ചോദിച്ചത്. രേണുവിൻ്റെ തഗ് ഡയലോഗ് എന്നാണ് ഇതിന് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. സ്വന്തം അധ്വാനത്തിലൂടെ കാർ വാങ്ങാനായതിൽ സന്തോഷമെന്നാണ് രേണു പറഞ്ഞത്. മൂത്ത മകൻ്റെ കാറാണ് എന്നും രേണു പറഞ്ഞു.